പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ട് ബ്രേക്കിംഗ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർബന്ധമായും 3 ടേം നടപ്പിലാക്കണമെന്ന് യൂത്ത് ലീഗ്. നയിക്കാനുള്ളവർ എന്ന നിലയിൽ PK കുഞ്ഞാലിക്കുട്ടിക്കും MK മുനീറിനും മാത്രം ഇളവ് നൽകാം. കൂടുതൽ യുവാക്കൾക്ക് അവസരം നൽകണം. യൂത്ത് ലീഗിന് 6 സീറ്റ് വേണമെന്നും ആവശ്യം. ഇന്നലെ കോഴിക്കോട് ചേർന്ന യൂത്ത് ലീഗ് പ്രവർത്തക സമിതി യോഗത്തിലാണ് ആവശ്യമുയർന്നത്. PK ഫിറോസ്, TP അഷ്റഫ് അലി, ഷിബു മീരാൻ, ഫൈസൽ ബാബു, ഇസ്മായിൽ വയനാട്, മുജീബ് കാടേരി അടക്കം 6 പേരാണ് യൂത്ത് ലീഗ് മുന്നോട്ട് വെച്ച പേരുകൾ. MSF നേതാവ് PK നവാസും പരിഗണനയിലുണ്ട്. മുബഷീർ P. അക്ബറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മുബഷീർ, 3 ടേമിൽ ഇളവ് PK കുഞ്ഞാലിക്കുട്ടിക്കും മുനീറിനും മാത്രം മതി. ബാക്കിയുള്ള നേതാക്കൾ 3 ടേം കഴിഞ്ഞ് വീട്ടിലിരിക്കട്ടെ, അല്ലെങ്കിൽ പാർട്ടി നയിക്കട്ടെ. യൂത്ത് ലീഗിൽപ്പെട്ട 6 പേർക്ക് അവസരം കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അവർ ശരിക്കും പറഞ്ഞാൽ നിർബന്ധിച്ച് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ഇതിൽ നിർബന്ധം പിടിച്ചു നിൽക്കാൻ സാധ്യതയുണ്ടോ? അതല്ല, ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ വന്നാൽ 3-4 പേരെ യൂത്ത് ലീഗിൽ നിന്ന് സ്ഥാനാർത്ഥികളാക്കുമെന്ന് നമ്മൾ അറിയുന്നുണ്ട്. അതിൽ PK ഫിറോസിന്റെ പേരുണ്ട്, നവാസിന്റെ പേര് നമ്മൾ കേട്ടിരുന്നു, TP അഷ്റഫ് അലിയുടെ പേരുണ്ട്. അങ്ങനെ ഇപ്പം നജീബ് കാന്തപുരത്തിനെ നമുക്ക് യൂത്ത് ലീഗിൽ നിന്ന് ഇപ്പോൾ പറയാനും പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? ഈ 3 ടേം വ്യവസ്ഥയുടെ കാര്യത്തിൽ ഒരു ഇളവിനുള്ള സാധ്യതയുണ്ടോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 ടേം വ്യവസ്ഥ നോക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നോടിയായി തന്നെ ഈ സർക്കുലറിൽ ഒരു ഇളവ് വരുത്തിക്കൊണ്ട് പുതിയ ഒരു പ്രഖ്യാപനവും ലീഗ് നേതൃത്വം നടത്തിയിരുന്നു. സ്വാഭാവികമായിട്ടും അത് യുവാക്കളെ ഉൾപ്പെടെ തടയാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടുകൂടിയാണ് ഇന്നലെ കോഴിക്കോട് ചേർന്ന യൂത്ത് ലീഗിന്റെ പ്രവർത്തക സമിതിയിൽ നിർബന്ധമായിട്ടും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 ടേം വ്യവസ്ഥ നടപ്പിലാക്കണമെന്നൊരു ആവശ്യം യൂത്ത് ലീഗ് നേതാക്കൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിയും മുതിർന്ന നേതാവായിട്ടുള്ള MK മുനീറിനും മാത്രം ഇളവ് നൽകിയാൽ മതി. സ്വാഭാവികമായിട്ടും നിയമസഭയിലും പുറത്തുമൊക്കെ തന്നെ ലീഗിനെ നയിക്കേണ്ട വ്യക്തികൾ എന്ന നിലയിൽ അവർക്ക് ഇളവ് നൽകാം. ബാക്കിയുള്ള ആർക്കും ഇളവ് നൽകേണ്ടതില്ല എന്നുള്ളതാണ് യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്നതാണ്. യൂത്ത് ലീഗിന് കൂടുതൽ സീറ്റുകൾ ഇത്തവണ അവർ ആവശ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റിലായിരുന്നു യൂത്ത് ലീഗ് മത്സരിച്ചിരുന്നത്. അതിൽ 2 സീറ്റിൽ അവർ വിജയിക്കുന്നുണ്ട്. വിജയിച്ചു വന്ന 2 MLA-മാർ AKM അഷ്റഫും നജീബ് കാന്തപുരവും മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, സജീവമായിട്ട് വിഷയങ്ങളിലൊക്കെ തന്നെ ഇടപെടുന്ന ജനപ്രതിനിധികൾ കൂടിയാണ് അവർ. നജീബ് കാന്തപുരത്തെ സംബന്ധിച്ച് അദ്ദേഹം പെരിന്തൽമണ്ണയിൽ വലിയ രീതിയിലുള്ള പദ്ധതികൾ, IAS അക്കാദമി പോലെയുള്ള പദ്ധതികളൊക്കെ തന്നെ നടപ്പിലാക്കി. AKM അഷ്റഫ് ഏറ്റവും ഒടുവിൽ ടോൾ പ്ലാസക്കെതിരെയുള്ള സമരത്തിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായിട്ടും യുവാക്കളുടെ പ്രാതിനിധ്യം, അവരുടെ പെർഫോമൻസ് കണക്കിലെടുത്ത് ഉറപ്പുവരുത്തണമെങ്കിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നു എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് യൂത്ത് ലീഗ് കടന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ട് നേതൃത്വത്തോട് ഈ ഒരു ആവശ്യം ഉന്നയിക്കാനാണ് യൂത്ത് ലീഗ് നേതൃത്വം കടക്കുന്നത്. PK ഫിറോസിന് പുറമെ ഇസ്മായിൽ വയനാടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു നേതാക്കൾ TP അഷ്റഫ് അലി, ഷിബു മീരാൻ, ഫൈസൽ ബാബു, അവർ യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റിയിൽ നിന്നും ഇസ്മായിൽ വയനാടും മുജീബ് കാടേരിയും PK ഫിറോസും യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സീറ്റ് നൽകണം. അതോടൊപ്പം തന്നെ MSF എന്ന നിലയിൽ PK നവാസിനെയും പരിഗണിക്കുമെന്നൊരാവശ്യം തന്നെയാണ് യൂത്ത് ലീഗ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ആവശ്യങ്ങൾ പരിഗണിക്കുമെന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരണം നടത്തിയത് നമ്മൾ കണ്ടതായിരുന്നു. യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകും. വിശേഷം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ പ്രകടനം യുവാക്കൾ നടത്തിയിരുന്നു. യൂത്ത് ലീഗിനെ സംബന്ധിച്ച് TP ജിഷാനെ പോലെയുള്ള കണ്ണൂരിലൊക്കെ തന്നെ അവർ യൂത്ത് ലീഗ് നേതാക്കൾ CPM-ന്റെ കോട്ടക്കൊത്തളങ്ങൾ തകർത്തുകൊണ്ട് വിജയിച്ചു വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത് മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് യൂത്ത് ലീഗ് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. നമുക്ക് കാണാം. താങ്ക് യു മുബഷീർ. മുബഷീർ പറഞ്ഞതുപോലെ കോട്ടക്കൊത്തളങ്ങൾ തകർത്ത് യൂത്ത് ലീഗിന്റെ പടക്കുതിരകൾ വരുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണാം. അതിന് പഴയ പടക്കുതിരകളൊക്കെ മാറിക്കൊടുക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവരിപ്പോഴും പടക്കുതിരകളൊക്കെ തന്നെയാണ്. PK കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും MK മുനീറാണെങ്കിലും ഒക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. അതിനോട് അവർക്ക് വിയോജിപ്പില്ല. എന്നാൽ മറ്റു കൂടുതൽ നേതാക്കൾ ഇങ്ങനെ കാലങ്ങളോളം MLA-മാരായിട്ടിരിക്കാം എന്ന് കരുതിയാൽ നടക്കില്ല. പുതിയ തലമുറയ്ക്ക് അവസരം കൊടുക്കണം എന്നുള്ളതാണ് വേണ്ടതാണല്ലോ. പുതിയ തലമുറയുടെ സാന്നിധ്യം വേണമല്ലോ. പഴയ കാലത്ത് പഴയ തലമുറ മാറുമ്പോഴാണല്ലോ ഇവരും പണ്ട് കാലത്തെ പുതിയ തലമുറയായി വന്നത്.